രാവുണ്ണേട്ടാ, എന്താ മുഖത്തൊരു വൈക്ലഭ്യം? നാരായണി പണി പറ്റിട്ടില്ലേ? അല്ല, ഇപ്പോഴും ആ പഴയ പ്രേമം രാവുണ്ണേട്ടൻ നാരായണിയോട് വിട്ടിട്ടുണ്ടല്ലേ? അത് ശരിയാ. എന്തായാലും രാവുണ്ണിയേട്ടൻ ഇപ്പോഴും ഇഷ്ടം നാരായണിയേച്ചോട് തന്നെയാ. അയ്യോ, കാലത്തിന് എന്നെ കളിയാക്കിപ്പോ ഇങ്ങനെയൊക്കെ ആവുന്ന കേശു ഓർത്തില്ല അല്ലേ? ഞാനൊന്ന് പോണോ? നീ എന്റെ വയറ്റിൽ തന്നെ വന്ന് പിറന്നല്ലോടോ. എന്തുണ്ട് ശശിയെ? അങ്ങനെ പോണു. പോടാ കണ്ടുപിടിക്കാൻ. തേടി വരും കണ്ണുകളിൽ ഓടിയിട്ടും. എന്താ സാകുഞ്ഞേ? ഒന്നുമില്ല അറപ്പായേട്ടാ. ഹായ്, രാഹുലിനേട്ടൻ നല്ല സന്തോഷത്തിലാണല്ലോ. എങ്ങനെ സന്തോഷിക്കാതിരിക്കാൻ പയ്യേ? അത് മനസ്സിലായി. നാരായണേച്ചേ, അല്ല റപ്പായി, നീ ഒരു കാര്യം അറിഞ്ഞോ? ആ നാരായണി ഇന്നലെ അടക്കൊക്കെ വരാൻ രാവണിക്ക് കല്ലോടുത്തു. അത് കലക്കി. ഇതും കലക്കി. അല്ല, നിനക്കൊരു ചായ അടിക്കട്ടെ? കട്ടൻ. കട്ടൻ ഞാൻ കട്ടൻ. ഞാനൊന്നേ മൂത്രം ഒഴിച്ചിട്ട് വരാട്ടാ. ശവം രാമു, ആ കടനാളത്തിലെ നാരായണിയുടെ ഒരേ ഒരു മോൻ, എന്റെ പേര് ശവം. രാമു, എന്തുണ്ട് വിശേഷം? എന്റെ കൃഷ്ണ, ഈ മൂത്രമൊഴിക്കില്ലെന്തോ പന്തികേടുണ്ടല്ലോ. റപ്പായേ, മൂത്രമൊഴിച്ച് കഴിഞ്ഞല്ലേ? നിനക്കിതാ കട്ടനെടുത്ത് വെച്ചേക്കാം. കിട്ടുവോ? മാറി. എനിക്ക് എത്ര പേരാണ്? ശവം, നാറി. അപ്പൊ രാമു ആരാ? അത് കേശു എന്നെ അങ്ങോട്ട് കുടിച്ചോ. ഇനി കട്ടൻ കുടിക്കാൻ നിന്നാ സമയം പോണത് അറിയില്ല. ആ പൗല സാറിന്റെ വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കണ്ടേ? ആ, ഈ കേശുവിന്റെ അടുത്ത റപ്പായിന്റെ കളി. ഓടിയെത്തും തോമാ. ഈശ്വരാ, ചതിക്കല്ലോ. അയ്യോ, എന്താ പറ്റി കേശുട്ടാ? ചട്ടന് വെച്ചത് പൊട്ടം കൊണ്ടുപോയി. റെപ്പായുടെ അടുത്ത് ആ കേശുവിന്റെ കളി. എന്താടാ മൂന്ത്? തേടി വരും കണ്ണുകളിൽ. ഓ, തേടി വരും കണ്ണുകളിൽ. എന്റെ കർത്താവേ, വന്നു വന്ന് മനസ്സമാധാനത്തോടെ പത്രം പോലും വായിക്കാൻ വയ്യാതായി. തുറന്നാ തന്നെ കൊലപാതകവും ബലാസംഗവും. എന്റെ കുരിശുമല മുത്തപ്പ, കുറച്ചു നേരെങ്കിലും മുത്തപ്പനൊന്ന് വെറുതെ വിടന്റെ പൗല സാറേ.
നീ മുത്തപ്പനെ കയറി പിടിക്കണ്ട. ഇന്നെന്താ വലിയ സന്തോഷത്തിലാണല്ലോ. ഒന്നും പറയണ്ട എന്റെ സാറേ. രാവിലെ തന്നെ അച്ഛന്റെ പുട്ടും മുട്ടയും താറാവും, അതും കഴിഞ്ഞ് കേശുവിന്റെ കടയിലെ നേന്ത്രപ്പഴവും പുട്ടും. പിന്നെ സരസുവിന്റെ വീട്ടിലെ പൂവിനൊന്ന് ഇണക്കാൻ നോക്കിയതാ. അവനാണെങ്കിൽ ചാടിയും പോയി. അപ്പൊ ഇന്ന് കുശാലായല്ലോ. തീർന്നിട്ടില്ല. അതും കഴിഞ്ഞ് എന്റെ കൊച്ചുരേശ്വര ഭാഗം ചീമത്തിനും കൂടി ഉണ്ടായിരുന്നു കേട്ടാ. അത് കൊള്ളാം. എല്ലാം കൂടെ ആയപ്പോ റപ്പായുടെ വയറങ്ങ് നിറഞ്ഞല്ലോ. പിന്നെ കുറച്ച് കഴിഞ്ഞ് ഇനിയും വിശക്കില്ലേ? കറണ്ട് ബില്ല് അടച്ച് സാധനങ്ങൾ വാങ്ങി നേരത്തെ വരണം. കുറച്ച് വിറക് കീറാനുണ്ട്. എന്നാ സാറേ ഞാൻ പോയിട്ട് വരട്ടെ. ശരി ചേച്ചി. തേടി വരും കണ്ണുകളിൽ ഓടിയെത്തും തോമാ. പാവം എന്റെ കർത്താവേ. തേടി വരും കണ്ണുകളിൽ. എന്താ അറപ്പേട്ടാ വിശേഷം? എന്തൊട്ട് വിശേഷം എന്റെ വർഗീസേ. നമുക്ക് രാത്രി മകളൊക്കെ ഒരുപോലെ തന്നെയാ. അത് ശരി. അല്ലറപ്പേട്ടാ, എന്നെ മനസ്സിലായോ? ഹായ്, നീ ആ കെഞ്ചി ചാടിയാത്ത ലോനപ്പന്റെ മോനല്ലടാ. അല്ലറപ്പയ്യേട്ടാ, ഇന്നാള് പുത്തമ്പള്ളിയുടെ മുന്നിൽ വെച്ച് ഏത്തപ്പഴം വാങ്ങിച്ചെന്ന് ഓർക്കുന്നില്ലേ? പുത്തമ്പള്ളിന് മുമ്പിൽ വെച്ച് ഏത്തപ്പഴോ? ആ, ഒന്ന് മാറിയേ. എനിക്ക് എന്തോരം ഏത്തപ്പഴം വാങ്ങിച്ചെന്നേ? 5 കിലോ അല്ലേ വാങ്ങി തന്നെ? എന്തുട്ടാ എന്റെ പേര്? പാവ. വാവേ, 5 കിലോ വാങ്ങിച്ചെന്നാ നിന്നെ ഞാൻ ഓർത്തിരിക്കാന്. മിനിമം 5 കൊലെങ്കിലും വാങ്ങിച്ചെന്തിന് നിന്നെ ഞാൻ മറക്കോ? അല്ലറപ്പേട്ടാ, തൃശ്ശൂരിലെ തീറ്റ മത്സരത്തിന്റെ തീയതി തീരുമാനിച്ചാ? പിന്നെ അത് നമ്മൾ തകർക്കില്ലേ? പ്രിയമുള്ളവരെ, നമ്മുടെ നാടിന്റെ പൊന്നോമന പുത്രൻ ശ്രീ ഏർപ്പാടാക്കിയ ചേട്ടൻ ശ്രീ റപ്പായിയേട്ടൻ തമിഴ് തിലകം മുത്തുസ്വാമി തലയൂരുമായി നാളെ രാവിലെ കൃത്യം 10 മണിക്ക് സെന്റ് ജോസഫ് ഫെറോന പള്ളിയിൽ ഏറ്റുമുട്ടുന്നു. എല്ലാ നല്ലവരായ നാട്ടുകാരെയും പള്ളി അങ്കണത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മാന്യ മഹാജനങ്ങളെ, നമ്മുടെ ഈ നാടിന്റെ അഭിമാനമായ നമ്മുടെ സ്വന്തം റപ്പായിയും തമിഴ്നാടിന്റെ പ്രിയപുത്രൻ ചെന്നൈ മുത്തുസ്വാമിയും തമ്മിലുള്ള ഇഡ്ഡലി തീറ്റ മത്സരമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. നിങ്ങൾ ഓരോരുത്തരും ചേർന്ന് ഇതൊരു വൻ വിജയമാക്കി തരണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. വേഗം വേഗം വരൂ. நீனா எனக்கு ஒரு ஆளு, நான் ஒரு கடையவே காலி பண்ணிட்டு வந்திருக்கேன். நீ ஏமாத்துற ஓட்டியில பாப்ப வரட்டுமா? வணக்கம் வணக்கம். முருகா பழனி ஆண்டவரே. நல்லா இருப்ப, நல்லா இரு. അപ്പോൾ മത്സരം ആരംഭിക്കുകയല്ലേ? തുടങ്ങട്ടെ തുടങ്ങട്ടെ. Bye.
ரப்பாய் வந்து இந்த கிராமத்துக்கு மட்டும் இல்ல இந்த உலகத்துக்கே பெரிய ஆளு. நம்ம உலக நாயகன் வந்து புன்னகை மன்னன்ல படம் நடிச்சாரு. ஆனா இந்த மண்ணே உண்மையிலே சாப்பாட்டு ராமனா பெரிய லெவலுக்கு பேர் எடுத்துட்டாரு. ரப்பாய் உன்னை என் நண்பனா நான் ஏத்துக்கிறேன். வா ரப்பாய் வா. എന്തൂട്ട് അവിടെ നിക്കണേ? അങ്ങോട്ട് പോടാ, അവിടെ നല്ല ലൈവ് ഷോ ഉണ്ട്, കാണണ്ടേ? എന്തൂട്ട് കടികളാടാ നിങ്ങള്? ഇങ്ങോട്ട് കൊണ്ടാ. അങ്ങോട്ട്. വെറും പൊളിച്ച കട്ലറ്റ് ബ്ലാഡി തേടി വരും കണ്ണുകളിൽ ഓടിയെത്തും. എന്തുട്ടെ വിശേഷം? ഒന്നുമില്ലല്ലോ ഉറപ്പായിട്ടാ. വൈകിട്ടത്തെ പൊറോട്ടയും ബീഫും മറക്കണ്ടാട്ടാ. അത് പിന്നെ എന്നുള്ളതാടാ, മറക്കാൻ പറ്റുമോ? വേഗം വന്നിട്ടാ, സംഗതി കുഴപ്പാ. എന്തുട്ടാന്ന് കാര്യം? സംഗതി ലൈവാണ് ബൈ, വേഗം വന്നോ. കാതെങ്ക് വേഗം വാടോ. എന്നത് കണ്ടിട്ടേ ഉള്ളൂ, അങ്ങനെയല്ലേ ശരിയാവില്ലോ. അല്ലടോ, ഇവിടെ നിന്ന് സീറ്റ് അടിക്കാം. ലൈവ് ഷോ കാണണമെങ്കിൽ വാ. നിക്കണവിടെ ഞാനുണ്ട്. നിക്കാൻ ഇതെന്ത് ഓട്ട മത്സര? എനിക്ക് ആരും പെണ്ണുമായിട്ട് നീ ഒറ്റ എന്തൊരു കൂട്ടത്തിൽ എന്റെ പൊന്നു മോനെ, നീ കടുങ്കയ്യ കാണിക്കാതെടാ. എനിക്കിന്ന് ചാവണം, അല്ലെങ്കിൽ ഞാൻ ചോദിച്ച കാശ് താതല്ലേ. അല്ല ഞാനിന്ന് ചാവും. അതിനൊക്കെ എന്തെങ്കിലും വഴി ഉണ്ടാക്കാടാ. നീ ഇങ്ങോട്ട് ഇറങ്ങി വാടാ. തള്ളെ ഞാൻ ശരിയാക്കി തരാതല്ലേ. കാശ് കൊണ്ടുവാ. രാമു, എല്ലാത്തിനും നമുക്ക് പരിഹാരം ഉണ്ടാക്കാലോ. ഇങ്ങോട്ട് ഇറങ്ങി വാടാ. എന്നാ കേസുമായിട്ട് ഒരു കാര്യം ചെയ്. കേസുമായിട്ട് എനിക്ക് കാശ് താ. ഞാനിവിടുന്ന് തരാനാ. അപ്പൊ അതാണ് നിന്റെ കാര്യല്ലേ? എനിക്ക് മാറിക്കോ, ഞാനിപ്പോ ചാടും ചാടും. അതും കുടിച്ചു. എറിയല്ല, കുപ്പി പൊട്ടു. എന്റെ ഷോ ഞാൻ നിന്റെ കാണിക്കും. ഒടുക്കത്തൊരു കൂടി ഇന്നത്തോടു കൂടി നിർത്തോ ഞാൻ. അങ്ങനെ നീക്ക്. നീയേ താഴെ ഇറക്കണ്ടാട്ടാ, നിന്നെ ഞാൻ താഴെ ഇറക്കിക്കോളാം. നിന്നെ ഞാൻ ശരിയാക്കി തന്നടാ. അയ്യോ പെട്ടല്ലേന്ന് പറയാൻ പറ്റേ. ഞാൻ വെറുതെ ഓരോ തമാശ പറഞ്ഞു വെച്ചിട്ട് റപ്പായിച്ചിട്ട് എന്തായി കാണിക്കണേ? ഞാൻ പെട്ടല്ലേന്ന് പറയാൻ പറ്റേ. മോനെ വാ, പതുക്കെ ഇറങ്ങടാ. കേറിയപ്പോ ഇത്രയും പാടില്ലായിരുന്നു. അങ്ങനെ ഇറങ്ങി വാടോ നിങ്ങള്. ആരെങ്കിലും വേണ്ടോട്ട് വന്നെന്നെ ഇറക്കോ. അല്ല ത്രേസ്യേ, അമ്മേച്ചിയുടെ ഓപ്പറേഷന്റെ കാര്യത്തെ പറ്റി പള്ളിയിലച്ഛൻ വല്ലതും പറഞ്ഞായിരുന്നോ? എത്രാന്ന് വെച്ചാ അച്ഛനെ ബുദ്ധിമുട്ടിക്കുക. മരിയയുടെ കണ്ണിന്റെ കാര്യത്തിന് തന്നെ അച്ഛൻ മുട്ടാത്ത വാതിലുകളില്ല. അത് പിന്നെ അലക്കുഴിഞ്ഞിട്ട് അത്താഴം ഉണ്ണാൻ നേരില്ലാന്ന് പറഞ്ഞ പോലെയാ കൊച്ചു ത്രേസ്യയുടെ കാര്യം. കേൾക്കാൻ രസമുള്ള തമാശയാണെങ്കിൽ ഒന്ന് ഉറക്കെ പറഞ്ഞ ഞാനും കൂടി ഒന്ന് ചിരിച്ചേനെ. തൊമ്മിയൊന്നും മുങ്ങി പൊങ്ങിയ കാൽ പണം പൊന്നും കൊണ്ടേ പൊങ്ങാറുള്ളൂ. നല്ല പേടക്കണാണല്ലോ മുതലാളി. അത് പിന്നെ നിനക്ക് അറിഞ്ഞൂടല്ല ആശ്രയ. തൊമ്മി പിടിക്കുകയാണെങ്കിൽ പേടക്കണേനെ മാത്രമേ പിടിക്കുള്ളൂന്ന്. നീ ഇതിനൊന്ന് ചുട്ടെടുക്കടാ. ചൂടണോ അതോ വരട്ടണോ? പേട്ടക്കണേനാവുമ്പോ ചൂട്ടാലും വരട്ടിയാലും രുചി ഒന്ന് തന്നെയാടാ. പേടക്കന മുതലിതേ പോണു.
അല്ല ആശ്രേ ഓ എന്താ ഈ കൊച്ചു ത്രേസിക്ക് ഒരു ഇളക്കില്ലാത്ത അത് പിന്നെ ചുട്ടെടുക്കുമ്പോ അറിയാലോ ഇളക്കണ്ടോ ഇല്ലേ എന്നുള്ളത്. കരീം സാഹിബ് എന്നൊന്നും ചെയ്യില്ല സാബ്ജി, എന്നൊന്നും ചെയ്യില്ല സാബ്ജി, എന്നൊന്നും ചെയ്യില്ല. ഞാൻ അറിഞ്ഞോണ്ടല്ല, എന്നൊന്നും ചെയ്യില്ല സാബ്ജി, എനിക്കൊന്നും അറിയില്ല. എന്നൊന്നും ചെയ്യില്ല സാബ്ജി, എന്നൊന്നും ചെയ്യില്ല സാബ്ജി, അറിയാതെ പറ്റിപ്പോന്ന സാബ്ജി, ക്ഷമിക്ക് സാബ്ജി. സാബ്ജി എന്നൊന്നും ചെയ്യില്ല സാബ്ജി, ഞാൻ അറിഞ്ഞോണ്ടല്ല സാബ്ജി, എന്നൊന്നും ചെയ്യില്ല സാബ്ജി. സാബ്ജി എന്നൊന്നും ചെയ്യില്ല സാബ്ജി, സാബ്ജി. കളിച്ച് കളിച്ച് ഈ ബാപ്പാന്റെ ഉമ്മാർ തന്നെ കളി തുടങ്ങി. എത്ര പ്രാവശ്യം എന്നോട് പറഞ്ഞിക്കണേ ചതി. എന്റെ ഉപ്പാണെങ്കിലും കൂട്ടൂല ഞാൻ. കുട്ടിയെ പന്നിക്കിട്ടെടുക്കണം നായിനെ. രാധമ്മോ, എന്താടി രാധമ്മേ, നിനക്ക് ഈയിടെയായിട്ട് നമ്മളോട് സ്നേഹമൊന്നുമില്ല. അല്ലേ അല്ലെങ്കിൽ തന്നെ സ്നേഹിച്ച് പൊതിച്ചോണ്ട് നടക്കുമല്ലോ ഞാൻ. ഒന്ന് പോടോ. മേടിച്ച് കെട്ടണ്ട വല്ല കാര്യമുണ്ടോ നിനക്ക്? ഏലിയമ്മച്ചേ, ഒന്നും ഇങ്ങോട്ട് വന്നേ. ബാക്കിയുള്ളൊക്കെ നീ കൊടുക്കടാ. എന്തായി ഞാൻ പറഞ്ഞ കാര്യം? അമ്പനും വില്ലിനും എടുക്കാലോ. മുതലാളി വിഷമിക്കണ്ട, ഞാനൊന്നും കൂടി ഒന്ന് ശ്രമിച്ചു നോക്കട്ടെ. പോട്ടെ. ചെല്ലേ. അല്ല, നീ ഇതെന്ത് ഭാവിച്ച? ഇന്നോ നാളെന്ന് വെച്ച് വയസ്സങ്ങടെ കൂടും. ഇനിയെങ്കിലും ഒരു ആന്തണിയൊക്കെ ആയിക്കൂടെ? ഇപ്പോ അതിനെപ്പറ്റിയൊന്നും അല്ല എന്റെ ചിന്ത. സാറെ എങ്ങനെയെങ്കിലും ഒന്ന് കെട്ടിച്ചയക്കണം. മരിയയുടെ കണ്ണിന്റെ കാര്യം അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. സാറയുടെ മേലെ ഒരു നോട്ടം നമ്മടെ തൊമ്മി മുതലാളിക്ക് ഉണ്ട് കേട്ടാ. ആർക്ക്? ആ ആഭാസനോ? പട്ടിക്ക് എറിഞ്ഞു കൊടുത്താലും എന്റെ സാറമ്മോളെ ഞാൻ അവന് കൊടുക്കില്ല. വൃത്തികെട്ടവൻ. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. നല്ല നിലയിലൊരു ബന്ധം കിട്ടാന്ന് പറഞ്ഞ ആ നല്ല നിലന്നുള്ള ബന്ധം എന്റെ സാറമ്മോൾക്ക് വേണ്ട. വേണ്ടേ?